ഉണ്ണിയമ്മേ കുമ്പടി വന്നു. എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും. ഏത് പൊന്നുമോനോടും ചോദിക്കും, രാജു പി നായരോടും ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഇതുമാതിരിയുള്ള ഭാഷയൊക്കെ നിങ്ങളുടെ യോഗങ്ങളിൽ ചേരുമല്ലോ, അവിടെ ഉന്നയിച്ചോളൂ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? വലിയ അവകാശവാദങ്ങളില്ലാതെ സംഘടനകൾ വീട് നിർമ്മിച്ച് കൈമാറി കഴിഞ്ഞു. ദുരന്തബാധിതരെ പറഞ്ഞു പറ്റിച്ചത് ആരാണ് എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളുകളുടെ അവസ്ഥ, ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ല, ആ കത്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള ആത്മാർത്ഥത ജനങ്ങൾക്ക് മുൻപാകെ വെളിവാക്കപ്പെടുകയല്ലേ? എന്തിന് നിങ്ങളുടെ തന്നെ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ KMCCയുടെ മസ്കറ്റ് ഘടകം ഒരു വീട് വെച്ച് കഴിഞ്ഞ ദിവസം കൈമാറി. മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത ഈ സ്ഥലത്തിന്റെ പ്രശ്നവും ഇതുമാതിരിയുള്ള കൺഫ്യൂഷനും എങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രം? അത് ഉത്തരം പറ. എങ്ങനെയാ ഒരു സർക്കാരിന് സ്ഥലത്തിന്റെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന അഭിലാഷ് എന്ന് പറയും? സർക്കാരിന്റെ 100 വീട് വെക്കാൻ വേണ്ടി കോൺഗ്രസ് സ്ഥലം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അങ്ങ് ആരോപണമായിട്ട് പറയട്ടെ അങ്ങ് പറയുന്നു. സർക്കാരിന് സ്ഥലം കണ്ടെത്താൻ കഴിയാഞ്ഞത് എങ്ങനെയാ? മാസങ്ങളോളം. നമുക്കത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. സർക്കാർ എത്ര ചെലവഴിച്ചു എന്നുള്ളത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം, നിശ്ചിതമായും ചർച്ച ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് മർമ്മപ്രധാനമായ ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ട. ഈ ബോബി ചെമ്മണ്ണൂർ 150 ഏക്കർ സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ ഇല്ലേ? എത്രയോ സംഘങ്ങൾ സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞു. സർക്കാർ ഈ പറഞ്ഞ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുമായിട്ട് അവരൊരു ഏകോപനം ഉണ്ടാക്കിയോ? ആ 150 ഏക്കർ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ഈ പറയുന്ന സന്നദ്ധ സംഘടനകൾ എന്നൊക്കെ ഏറ്റവും കുറഞ്ഞത് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന താങ്കൾക്ക് അറിയാവുന്ന വിഷയമാണല്ലോ. ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം എന്താണ്? 30 വീടുകൾ നിർമ്മിച്ചു നൽകാം എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു. ആദ്യം 25 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് DYFI പറഞ്ഞു. 25 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ DYFI 20 കോടി രൂപ സർക്കാരിന് കൈമാറി എന്ന് പറഞ്ഞാൽ 20 ലക്ഷമാണ് ഒരു വീടിന്റെ ചെലവെന്നാണ് റവന്യൂ വകുപ്പ് കണക്കാക്കുന്നത്. അതായത് 25 വീട് ഇതൊരു നടക്ക് പോണ മാതിരില്ല വെച്ച് നൽകാം എന്ന് പറഞ്ഞ DYFI 100 വീട് വെക്കാനുള്ള പണം സർക്കാരിന് കഴിഞ്ഞ മെയ് മാസത്തിൽ കൈമാറുകയും സർക്കാരുമായി ഒരു ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. 30 വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന് ഇതിനോടകം 88 ലക്ഷം രൂപ മാത്രമേ, കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനങ്ങളിൽ ഒന്നായ യൂത്ത് കോൺഗ്രസിന് ഇതുവരെ 88 ലക്ഷം രൂപ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അതിനെ താങ്കൾ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുക ശ്രീ രാജു പി നായർ? അത് എനിക്ക് വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഒരു അസംബ്ലിയിൽ നിന്ന് 50,000 രൂപ മാത്രമാണ് പറഞ്ഞത്. ആ ആദ്യഘട്ടത്തിൽ പിരിക്കേണ്ട പണം പിരിച്ചു കഴിഞ്ഞു. അവിടെ വീട് പണി തുടങ്ങുന്ന സമയത്താണ് ബാക്കി വേണ്ടത്. വേണ്ട. രാഹുൽ ഗാന്ധി MP ആയിരുന്ന 5 വർഷം കൊണ്ട് 93 വീടുകൾ പണിതു കൊടുത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. MP ആയിരുന്നു ഇല്ലേ? അവിടെ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട കുഞ്ഞവറാനും ഫോറസ്റ്റ് ഓഫീസറായിരുന്ന പോളിനും ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിലാണ് 93 വീടുകൾ പണിതതിൽ ഉൾപ്പെടുത്തി കൊടുത്തത്. അതിനൊന്നും ഇല്ലേ? സർക്കാർ അതുപോലും ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്യാൻ നിങ്ങളുണ്ടായിരുന്നോ? രാഹുൽ ഗാന്ധി ഈ മന്ത്രിമാർ ഉൾപ്പെടെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ എല്ലാം നോക്കിക്കോളാം എന്ന് ഈ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട ആൾക്കാരുടെ കുടുംബത്തോട് പറഞ്ഞല്ലേ? തിരിഞ്ഞു നോക്കിയോ? പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട് രാധയുടെ പണി തീർക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. ഉത്തരം 30 സെക്കൻഡ് ഭൂമി വാങ്ങിച്ചു. സേവാഭാരതി തുടങ്ങി നമ്മുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലുള്ള എല്ലാ പാർട്ടികളും എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും വേണ്ടി ചെയ്തു രാജു പി നായർ. സേവാഭാരതി, മുസ്ലിം ലീഗും അടക്കം. നിങ്ങൾ മാത്രമാണ് ചെയ്യാത്തത്. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് എന്നോട് കാര്യമില്ല. ചെയ്തെങ്കിൽ ചെയ്തു എന്ന് പറയാം അങ്ങേക്ക്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അഭിലാഷ്, കോൺഗ്രസിന്റെ വീടുകൾ ഇല്ലാത്തതാണ് അഭിലാഷിന്റെ ഏക പ്രശ്നം. അതിന് പിണറായി വിജയനെ രക്ഷപ്പെടുത്താനാണ് അഭിലാഷ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. പറയട്ടെ അഭിലാഷ്, ഞാൻ പറയട്ടെ അഭിലാഷ്, ഞാൻ പറയട്ടെ. അഭിലാഷ് എന്നോട് ആദ്യഘട്ടത്തിൽ ചോദിച്ചാൽ യൂത്ത് കോൺഗ്രസ് ഫണ്ട് വെട്ടിപ്പ് നടത്തിയോന്ന് ചോദിച്ചോ? ഞാൻ ചോദിച്ചില്ലല്ലോ. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഞാൻ പറയട്ടെ അഭിലാഷ്, ഞാൻ പറയട്ടെ. എന്നോടല്ലേ ചോദിച്ചത്? അതിനുള്ള മറുപടി ഫണ്ട് വെട്ടിപ്പ് നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ
എന്റെ സമയത്ത് ഞാൻ പറയട്ടെ, അവിടെ അഭിലാഷ് എന്റെ അടുത്ത് ചോദിച്ചത് ഫണ്ട് സമാഹരിക്കുന്നതിൽ വീഴ്ച വന്നു എന്നുള്ളതാണ്. ആണ്. അങ്ങേക്ക് ബോധ്യം ഉണ്ടായിരുന്നു ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ടില്ല, സമാഹരിക്കുന്നതിൽ വീഴ്ച. റഹീം ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞപ്പോ അഭിലാഷ് ഇടപെട്ടില്ലല്ലോ. ഞാൻ അതല്ല രാജു പി നായരോട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആരോപണമല്ലേ അത്? ഞാൻ എങ്ങനെ ഇടപെടും? എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? വന്നിരിക്കുന്ന പണം അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇടപെടല്ലേ? എന്നാ നിങ്ങൾ സംസാരിച്ചോ? അല്ല, എന്നോടല്ലേ അങ്ങ് ചോദിച്ചത്? അതിനുള്ള മറുപടി പറഞ്ഞതാണോ? കുഴലൂത്തൊന്നുമായിട്ട് അഭിലാഷം ഇങ്ങോട്ട് വരരുത്. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. പിണറായി വിജയനുള്ള കുഴലൂത്തായിട്ട് രാജു പി നായർ ഇതൊക്കെ വേറെ പഴയ നമ്പറാണോ? ഇവിടെ ചെലവാവില്ലേ? എന്നെ ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ഉത്തരവില്ല എന്ന് പറഞ്ഞാൽ മതി. ഫണ്ട് കളക്ട് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം. മറുപടി പറയട്ടെ, എന്നോട് ചോദിച്ചതിന് മറുപടി പറയട്ടെ. പറയൂ. അങ്ങ് പകരം എന്നെ ആക്ഷേപിക്കുകയാണ്. മറുപടി ഉണ്ടെങ്കിൽ അത് പറയൂ. ആഞ്ജനേയ സ്വാമി, ഞങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം തരൂ. അതിന് ഞാൻ റെഡിയാണ്. പകരം എന്നെ ആക്ഷേപിച്ചാൽ ഞാൻ കേട്ടോണ്ടിരിക്കണോ? താങ്കൾ എന്താ അടിസ്ഥാനത്തിലാണ് ഞാൻ പിണറായി വിജയന്റെ കൂടെ നടത്തുകയാണെന്ന് പറഞ്ഞത്? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് എനിക്കും പറയാനുള്ളത്. ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ ശ്രീ രാജു പി നായർ. പിന്നെ നിങ്ങളുടെ ഇങ്ങനെ ഇമാതിരിയുള്ള വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് അതവിടെ വെച്ചാൽ മതി, അത് കയ്യിൽ വെച്ചാൽ മതി. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കും. ഏത് പൊന്നു മോനോടും ചോദിക്കും, രാജു പി നായരോടും ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഇതുമാതിരിയുള്ള ഭാഷയൊക്കെ നിങ്ങളുടെ യോഗങ്ങളിൽ ചേരുമല്ലോ, അവിടെ ഉന്നയിച്ചോളൂ പരസ്പരം. അങ്ങനെ ഉന്നയിച്ചിട്ടാണല്ലോ ഇതൊക്കെ പുറത്തേക്ക് വന്നത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. അതവിടെ. ഇങ്ങോട്ട് ഞാൻ വളരെ മാന്യമായിട്ട് അങ്ങയോട് ചോദ്യം ചോദിച്ചു. അങ്ങേക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയൂ. ഉത്തരമുണ്ടെങ്കിൽ അങ്ങ് പറയേണ്ട, വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങോട്ട് ആക്ഷേപിച്ച് ഞാൻ അങ്ങോട്ടും പറയൂ, അത്രേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസിനെ ചാരി പിണറായി വിജയനെ രക്ഷപ്പെടുത്തലാണ്. എന്തിനാ? ഇതിവിടെ പിണറായി വിജയൻ കക്ഷിയല്ലല്ലോ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. 30 വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ ആളുകൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് 88 ലക്ഷം രൂപയെ സമാഹരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ് ശ്രീ രാജു പി നായർ. സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ശരി, 100 വീട് കോൺഗ്രസ് പണിയാൻ പ്രഖ്യാപിച്ചല്ലോ. 100 വീടിന് വേണ്ടി നിങ്ങൾ എത്ര രൂപ സമാഹരിച്ചു പറയാൻ പറ്റുമോ കേരളത്തോട്? ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞല്ലോ. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. 100 വീടിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി ഇത്ര രൂപ സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അല്ല, ചോദ്യമാണ്. ചോദ്യം. 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? എന്താടാ ഇത്? രാവിലെ ഒലിപ്പിച്ചു തുടങ്ങിയോ? അല്ല, ചോദ്യമാണ്. ഇല്ലെങ്കിൽ താങ്കൾക്ക് ഉത്തരവില്ലാന്ന് ഞാൻ വിചാരിക്കും. 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? അങ്ങ് പറഞ്ഞോളൂ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ചോദ്യം പറഞ്ഞോളൂ. പ്രേക്ഷകർ കാണുന്നുണ്ട്. ഒരു പരാജയപ്പെട്ട ഗവൺമെന്റിനെ വെളുപ്പിക്കാൻ വേണ്ടി അഭിലാഷ് കാണിക്കുന്ന 100 വീടിന് താങ്കൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? ഉത്തരവില്ലല്ലോ. ചർച്ച നടത്തിക്കോളൂ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അല്ല, ഉത്തരവില്ലല്ലോ. 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 100 വീട് എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ? ആണ്. നിങ്ങൾ എത്ര രൂപ ഇതിനോടൊക്കെ സമാഹരിച്ചു? ഒരു ചോദ്യമാണ്. ചോദ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആ ചോദ്യത്തെയും തടിയെപ്പി തർക്കം ഉണ്ടാക്കി. ഒന്നുകൂടി ചോദിക്കാം. 100 വീടിന് ശ്രീ രാജു പി നായർ കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? 100 വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. പക്ഷെ അതിന് സ്വാഭാവികമായും കോൺഗ്രസിന് ഉത്തരവില്ലെങ്കിൽ ആ ഉത്തരം എവിടെ പോയി തിരയും? അതൊരു പ്രശ്നമാണ്. അദ്ദേഹത്തിനും ആ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് ഉത്തരവുണ്ട്. പക്ഷേ തടയരുത്. അഭിലാഷ് സ്വയം നാണം തോന്നില്ല. അഭിലാഷ് പുച്ഛം തോന്നില്ല. അത് അങ്ങനെയല്ലേ തോന്നേണ്ടത്? ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറഞ്ഞിട്ട് അങ്ങ് ആക്ഷേപിക്കുകയാണെങ്കിൽ ഞാനത് മനസ്സിലാക്കാം. നിങ്ങളൊരു ചർച്ച നിർത്തി അവമാനിക്കുവാണെന്ന്. നല്ല ഒരു സ്ട്രാറ്റജിയാണ് അങ്ങ് സ്വീകരിക്കുന്നത്. അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നല്ലേ? അപ്പോ ചോദ്യം ചോദിക്കുന്ന ആളെ കുറെ അങ്ങ് പുലഭ്യം പറയാ. അപ്പൊ പിന്നെ ചോദ്യം ഉണ്ടാവില്ലല്ലോ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.